Hello my dear students, welcome to Lakshya School Plus. നമ്മളെ പ്ലസ് ടു മാത്സിൽ നമുക്കറിയാം മൊത്തം 13 ചാപ്റ്റേഴ്സ് നമുക്ക് പ്ലസ് ടു മാത്സിൽ പഠിക്കാനുണ്ട്. ഇതിലുള്ള മിക്ക ചാപ്റ്ററും നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. യെസ്, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. നമ്മളെ പ്ലസ് വൺ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ അതേ പേരിൽ പ്ലസ് ടു മാത്സിൽ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലെ, നമ്മൾ കൃത്യമായിട്ട് ആ ചാപ്റ്റർ പഠിച്ചതുമാണ്. യെസ്, ഈവൻ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ട്രിഗണോമെട്രി ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. ദെൻ നമുക്ക് കാൽക്കുലസ് വരുന്ന, ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ വരുന്ന 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈവൻ പ്രോബബിലിറ്റി, ലീനിയർ ഇനീക്വാളിറ്റീസ്, ഇങ്ങനെ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളുടെ കണ്ടിന്യൂഷൻ പ്ലസ് ടുവിലുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്ലസ് വണ്ണ് നല്ലപോലെ പഠിക്കാത്ത മിക്ക ആളുകളും പ്ലസ് ടുവിൽ ആകെ പെട്ട അവസ്ഥയിലാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കിലും പ്രീവിയസ് ഇയറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന്റെ കോൺസെപ്റ്റ് പഠിച്ച് ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. യെസ്, നമുക്കറിയാം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, അതുപോലെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്, ഈ 3 ടോപ്പിക്കാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ടൈപ്സ് ഓഫ് റിലേഷൻസിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇക്വാലൻസ് റിലേഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇക്വാലൻസ് റിലേഷൻ ഒക്കെ സിമ്പിൾ അല്ലേ എന്നല്ലേ. ഇക്വാലൻസ് റിലേഷന്റെ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിക്ക ആളുകളും തെറ്റിക്കാറുണ്ട്. അതായത് ഇപ്പോ നമുക്കൊരു സെറ്റ് തന്ന് ഒരു റിലേഷൻ തന്ന്, അതായത് റോസ്റ്റർ ഫോമിൽ റിലേഷൻ തന്ന്, അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിഫ്ലെക്സീവ് ആണോ നോക്കാനും സിമെട്രിക് ആണോ നോക്കാനും ട്രാൻസിറ്റീവ് ആണോ നോക്കാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ. ബട്ട് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇക്വലൻസ് ആണോ ഇല്ലേ പ്രൂവ് ചെയ്യുന്ന സ്ഥലത്ത് പല ആളുകൾ അവിടെ ഒരു സ്റ്റക്ക് വരുന്നുണ്ട്. സോ ആ ഒരു ഇഷ്യൂസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോവാം. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ക്ലാസ്സസിനായിട്ട് നിർബന്ധമായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ ക്ലാസ്സിനെ പറ്റി അറിയിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വാലൻസ് റിലേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഇക്വാലൻസ് എന്നൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാലോ. ഇക്വാലൻസ് റിലേഷൻ നമുക്കറിയാം, ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇത് 3 ആണെങ്കിൽ നമ്മൾ പറയും ആ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും. കറക്റ്റ് അല്ലേ? യെസ്. സോ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു സെറ്റില് ആക്ച്വലി നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ടാവുക എപ്പോഴും ഒരു സെറ്റ് എ ടു എയോ അല്ലെങ്കിൽ ബി ടു ബിയോ അല്ലെങ്കിൽ ഈ എ ടു എ എന്നുള്ളതിനെ ഷോർട്ട് ആയിട്ട് ഓൺ എ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺ എൻ എന്ന് കാണാൻ പറ്റും. എന്താണ് ഓൺ എൻ എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ ഓൺ സെഡ് എന്നൊക്കെ കാണാൻ പറ്റും. ഓൺ സെഡ് അതായത് ഇന്റിജർ ടു ഇന്റിജർ. ഇങ്ങനെ ജനറൽ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് ഇക്വാലൻസിൽ ആകെ പ്രശ്നം വരാം. സോ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്യാൻ പോകാട്ടോ. യെസ്, സോ റിഫ്ലെക്സീവ്, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓൺ എ ആണ്. സോ ഈ എയിലുള്ള ആൾക്കാരെ നമ്മൾ പ്ലസ് വൺ മാത്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മളെ ഒരു സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതാറുണ്ട് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എച്ച്. എന്താണ് ഇതുകൊണ്ട് ഇത്ര എഴുതിയോണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഏലുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ എക്സ് എന്ന് ജനറലി അഡ്രസ് ചെയ്ത്, അതായത് ഏലുള്ള ആരെ വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് വിളിക്കാം അല്ലെ. ഈ പറയുന്നതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് ഏലുള്ള ആരെ വേണമെങ്കിൽ നമുക്ക് എക്സ് വിളിക്കാം. ഇനി നമ്മൾ പറയും എന്താണ് എക്സ് ബിലോങ്സ് ടു ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതേപോലെ എക്സ് ലെസ് ദാൻ 3 ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ. ഇത് കണ്ടീഷൻസ് ആണ്. എനിവേ നമ്മൾ സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് ജനറലൈസ് ചെയ്ത് പറയാറുണ്ട്. ഈ ജനറൽ ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഇതേപോലെ ജനറലൈസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ട് സാറ് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ജനറൽ കാര്യങ്ങൾ പറഞ്ഞു തന്നാ. അപ്പോ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ ആ ഒരു സെറ്റിൽ ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഓൺ എ എന്ന് പറയുന്ന സെറ്റിൽ എ എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടോ അതിൽ ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്യാം. ആ ആളെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എ എന്ന് വിളിക്കാം, ബി എന്ന് വിളിക്കാം, സി എന്ന് വിളിക്കാം, വൈ എന്ന് വിളിക്കാം, ഇഷ്ടമുള്ള വിളിക്കാം. നമ്മൾ പൊതുവെ വിളിക്കുക എക്സ് എന്നുള്ളതുകൊണ്ട് സാർ എക്സ് എന്ന് വിളിച്ച്. സോ വേണമെങ്കിൽ ഇപ്പൊ ഈ ഡെഫിനിഷനിൽ സാർ എ എന്നാ കൊടുത്തത്. അതായത് ഇഫ് എ ബിലോങ്സ് ടു ആർ, റിലേഷനിൽ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ റിലേഷനിൽ ഉണ്ടാവണം. ആരുണ്ടാവണം? എ എന്ന് പറഞ്ഞ ആളുണ്ടാവണം. അതായത് ഈ എ എന്ന് പറയുന്ന ആൾക്കാരെ
മൊത്തം സാർ എ എന്ന് ജനറൽ ആയിട്ട് അഡ്രസ് ചെയ്ത്, അതായത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എ ഈസ് എ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ആ സെറ്റിലുള്ള ആളെ നമ്മൾ എ വെച്ച് അഡ്രസ് ചെയ്തല്ലോ, ആ ഒരു പാറ്റേണിൽ. ഓക്കെ, സോ ഈ എ ഫോമിൽ ആൾക്കാർ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം, പ്രൊവൈഡഡ് ഫോർ എവറി എ ബിലോങ്സ് ടു എ. ഇതിന്റെ അർത്ഥം എന്താ? ഈ ഒരു എ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ക്യാപിറ്റൽ എ ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന പോലല്ലേ. എന്താ ഇതിനർത്ഥം? ഫോർ എവറി അല്ലെങ്കിൽ ഫോർ ഓൾ എന്നൊക്കെ പറയും. ഫോർ എവറി എ ബിലോങ്സ് ടു എ, അതായത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എകളും, ഇപ്പൊ ഇതിൽ 1 2 3 4 ഉണ്ട് വിചാരിക്കാം. സോ ഈ 1 2 3 4 ജനറലി നമ്മൾ എ എന്ന് വിളിച്ച്, അതായത് എ എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ഫോർ എവറി എ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരെയും കൺസിഡർ ചെയ്യണം, അതായത് 1 ഉം 2 ഉം 3 ഉം 4 ഉം ഈ 4 ആൾക്കാരെയും കൺസിഡർ ചെയ്യണം. ഈ ആൾക്കാർ ബിലോങ്സ് ടു, അതായത് ഫോർ എവറി എ ബിലോങ്സ് ടു എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാരും കൺസിഡർ ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് എന്ന് പറയൽ എപ്പോഴാണ്? ഇഫ് എ ബിലോങ്സ് ടു ആർ, നമ്മളെ റിലേഷനിൽ എ ഫോമിൽ ആൾക്കാരുണ്ടാണോ. ഇനി ചോദ്യം, ആരാണ് ഈ എ എന്ന് പറയുന്നത്? ഈ റിലേഷനുള്ള ഈ സെറ്റിലുള്ള എല്ലാരും നമ്മൾ എ എന്ന് വിളിച്ച്. ഇതിലിപ്പോ ഒരു 4 5 6 ആണെങ്കിൽ ഈ 4 ഉം 5 ഉം 6 ഉം ഇതിനെ മൊത്തത്തിൽ നമ്മൾ എ എന്ന് വിളിച്ച്. അപ്പൊ 4 ഉള്ളത് കൊണ്ട് 4 എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടാവണം. 5 ഉള്ളതുകൊണ്ട് യെസ് പറയും 5 ഉണ്ടാവണം. അതുപോലെ 6 ഉള്ളതുകൊണ്ട് 6 ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ഇതുപോലെ ഇനി നമ്മൾ സിമെട്രിക് റിഫ്ലെക്സീവ്, അപ്പൊ റിഫ്ലെക്സീവിന്റെ കാര്യം ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി സിമെട്രിക്കിലേക്ക് പോവാണ്. സിമെട്രിക്കിന്റെ കേസിൽ റിഫ്ലെക്സീവ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ചെയ്തെന്താ? എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഒരു എലമെന്റ് എ എന്ന് പറഞ്ഞ ആളെടുത്ത്, ഇല്ലെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഒരാളെടുത്ത്, എക്സ് ആയാലും എ ആയാലും ബി ആയാലും സി ആയാലും കുഴപ്പമില്ല. ഇവിടെ സാറ് ഡെഫിനിഷനിൽ എ എന്ന് പറഞ്ഞോണ്ട് എ എന്ന് പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. റെഡി? സോ ഇനി സിമെട്രിക് ഒരു റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആണ് പറയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഈ എ എന്ന് പറയുന്ന സെറ്റില്ലേ അവിടെ ഉള്ള 2 ആൾക്കാർ എടുക്കണം. എ ബി 2 ആൾക്കാർ, അത് ഏതെങ്കിലും 2 ആൾക്കാർ ഡിഫറെന്റ് ആയിട്ടുള്ള എ ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സെയിം ആണെങ്കിൽ നമ്മൾ എ എന്നല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ ബി എന്നല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ എക്സ് എന്നല്ലേ പറയുള്ളൂ. സോ ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള 2 ആൾക്കാർ എടുക്കാം, അത് ആര് വേണമെങ്കിലും ആവാം. ഇവിടുത്തെ കേസിൽ എല്ലാരും എടുക്കണം. ഫോർ എവറി എ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ കൺസിഡർ ചെയ്യണം. സിമെട്രിക്കിന്റെ കേസിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എല്ലാരും വേണമെന്ന് ഒരു നിർബന്ധവും. എന്താ വേണ്ടത്? ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 2 ആൾക്കാർ, ഈ 2 ആൾക്കാർ നമ്മൾ പിക്ക് ചെയ്യണം. ഇനി സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ എ ബി ഫോമിൽ ഒരാൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും ഡെഫിനിഷൻ, നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. എ ബി ഫോമിൽ ഒരാൾ റിലേഷനിൽ ഉണ്ടെങ്കിൽ, ഇത് ഉണ്ടെങ്കിൽ ആര് വേണം? ബി എ എന്ന് പറയുന്ന ആള് വേണം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ട് പറയാൻ പറ്റും, 2 4 എന്ന് പറയുന്ന ആള് റിലേഷനിൽ ഉണ്ടെങ്കിൽ 4 2 എന്ന് പറയുന്ന ആൾ റിലേഷനിൽ ഉണ്ടാവണം. ഇവിടുത്തെ ഈ 2 ഉം 4 ഒക്കെ എവിടെയുള്ള ആൾക്കാരായിരിക്കണം? നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ആൾക്കാരായിരിക്കണം. റെഡിയില്ല? അതാണ് ഇവിടെ നമ്മൾ വേർ എ ബി ബിലോങ്സ് ടു എ എന്ന് പറയുന്നത്. നമ്മളെ ഒറിജിനൽ സെറ്റിലുള്ള 2 ആൾക്കാരാണ് ഈ എയും ബിയും. നമുക്ക് വേണമെങ്കിൽ എക്സ് വൈ എന്ന് വിളിക്കാം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്വിക്ക് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. റെഡിയല്ലേ? ക്വിക്ക് ആയിട്ട് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. യെസ്. ദെൻ അടുത്ത ആളാണ് ട്രാൻസിറ്റീവ്. ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ വരുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ എടുത്തിട്ട് സംസാരിച്ച്, എയിലുള്ള ഒരു എലമെന്റിന് എടുത്തിട്ട്, അതായത് എ എന്ന് വരുന്ന സെറ്റിലുള്ള ഒരു എലമെന്റിന് എടുത്ത് റിഫ്ലെക്സീവ് പറയുമ്പോൾ. സിമെട്രിക് വരുമ്പോൾ 2 ആൾക്കാരെടുത്ത്, എ ബി എന്ന് പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള 2 ആൾക്കാരെടുത്ത്. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം, എല്ലാ എ ബിക്കും ബി എ ഉണ്ടാവണം. 2 5 ഉണ്ടെങ്കിൽ 5 2 ഉണ്ടാവണം. ഒരു റിലേഷനിൽ 2 6 ഉണ്ട്, 6 2 ഇല്ല, അതായത് എ ബി ഫോമിലുണ്ട്, ബി എ ഫോമിലില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് സിമെട്രിക് അല്ല എന്ന് പറയും. അതായത് ഇതുണ്ടെങ്കിൽ ഇതുണ്ടാവണം, ഇതുണ്ട് ഇതില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും സിമെട്രിക് അല്ല എന്ന് പറയും. ഇനി എ ബി ഇല്ല എന്ന് വിചാരിക്കുക, അതായത് ഇപ്പൊ റിലേഷൻ 1 1 2 2, നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എ ബി ഫോമിൽ ആരുമില്ല. എ ബി ഫോം എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ആയിട്ട് ആരുമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും വെറിയിടാണ്ട് അത് സിമെട്രിക് ആവണം. എന്താ പറഞ്ഞത്? അത് സിമെട്രിക് ആയിരിക്കണം. എന്തുകൊണ്ട് അത് സിമെട്രിക് ആയിട്ട് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സിമെട്രിക് അല്ല എന്ന് പറയുന്ന റീസൺ ആലോചിച്ചാൽ മതി. ഇത് സിമെട്രിക് അല്ല എന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ 1 2 ഉണ്ട്, അതേപോലെ 2 2 ഉണ്ട്. ഇത് സിമെട്രിക് ആണോ? അല്ല എന്ന് പറയാം. കാരണം ഇവിടെ എന്താ? എ ബി എന്ന് പറയുന്ന ആളുണ്ട്, ബട്ട് ആരില്ല? ബി എ ഇല്ല. ബി എ എന്ന് പറഞ്ഞാൽ ആര് വേണം? 2 1 എന്ന് പറയുന്ന എലിമെന്റ് വേണം. സോ 1 2 ഉണ്ട്, 2 1 ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇവിടെ സാർ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 1 1 ഉണ്ട്, 2 1 3 3 ആയിക്കോട്ടെ. ഇത് സിമെട്രിക് ആണോ ചോദിച്ചാൽ ആണ് എന്ന് പറയണം. കാരണം സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല.
സിമെട്രിക് അല്ല എന്ന് പറയില്ല. എപ്പോഴാ എ ബി എന്ന് പറയുന്ന ആൾ ഉണ്ടാവണം, ബി എ ഉണ്ടാവരുത്. 1 3 ഉണ്ട്, 3 1 ഇല്ല. ഇവിടെ 1 3 ഫോമിൽ അല്ലെങ്കിൽ എ ബി ഫോമിൽ ആരും ഇല്ല. അപ്പൊ നിങ്ങൾ ഇയാളെ നോക്കേണ്ട ആവശ്യമില്ല. അത് എന്തായിട്ട് കൗണ്ട് ചെയ്യണം? സിമെട്രിക് ആയിട്ട് കൗണ്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ബേസിക്സ് ആയിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ജനറൽ ആയിട്ടുള്ള റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. യെസ്, സോ നമ്മൾ ഇനി ട്രാൻസിറ്റീവിലേക്ക് പോവാണ്. ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലുള്ള 3 ആൾക്കാർ എടുക്കണം. എ ബി സി, നിങ്ങൾക്ക് വേണമെങ്കിൽ XYZ എന്ന് എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ PQR എന്ന് എടുക്കാം. അതായത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള കുറെ ആൾക്കാരുടെ ആയിരിക്കാം, 1 2 3 4 5 ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ആയിരിക്കുക. ഇതിലുള്ള 3 ആൾക്കാർ, ഈ ABC പറഞ്ഞാൽ ഇതിലുള്ള ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള 3 ആൾക്കാർ, അത് ആരായാലും കുഴപ്പമില്ല. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഒരാളെ എടുത്തിട്ടാണ് നമ്മൾ റിഫ്ലെക്സീവ് പറയാ. സിമെട്രിക് പറയുമ്പോൾ 2 ആൾക്കാരെ പിക്ക് ചെയ്തിട്ടാ പറയാ. ആൻഡ് ട്രാൻസിറ്റീവ് പറയുമ്പോൾ 3 ആൾക്കാരെ എടുത്തിട്ട്. ഇതൊന്നും ഈ ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. യെസ്, സോ ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ എന്താ? AB എന്ന് പറയുന്ന ആള് റിലേഷനിലുണ്ട്, അതേപോലെ BC എന്ന് പറയുന്ന ആൾ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും AC എന്ന് പറയുന്ന ആളുണ്ടാവണം. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ AB, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തൊരു സെറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ സെക്കൻഡും വരുന്ന രീതിയിൽ AC ഫോമിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 5 ഉണ്ട്, അതേപോലെ 5 7 ഉണ്ട്. ഇത് രണ്ടും റിലേഷനിൽ ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ 1 7 നിർബന്ധമായിട്ടും വേണം. ഇതും ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഈ ഡെഫിനേഷൻ ഈ ഒരു സാറേ പറഞ്ഞത് ജനറലി പറയാതെ നമ്പർ വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ബട്ട് ഇങ്ങനെ അല്ലാണ്ട് ജനറലി ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമുക്ക് നോക്കാം. ആൻഡ് ഫൈനലി ഒരു റിലേഷൻ ഓൺ എ, ഒരു എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ നിർബന്ധമായിട്ടും അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, അത് സിമെട്രിക് ആയിരിക്കണം, ആൻഡ് ഫൈനലി അത് ട്രാൻസിറ്റീവ് ആയിരിക്കണം. സോ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ്. Show that the relation R equal to, ആ relation ഒന്ന് കൃത്യമായിട്ട് വായിച്ചേ. Show that the relation R is equal to set of all xy such that 2 divides x minus y. 2 divides x minus y എന്നാ പറഞ്ഞത്. അതായത് നമ്മളെ റിലേഷനിലുള്ള ഏത് 2 പേരെടുത്ത്, ഇപ്പൊ ഒരു 5 7, ഇതിന്റെ ഡിഫറൻസ് എത്ര? x minus 5 എന്ന് പറഞ്ഞാൽ 5 minus 7, അതായത് -2. ഇത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് XY ഫോമിലുള്ള ഏത് ആൾക്കാരെ ഡിഫറൻസ് എടുക്കാം, അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിർബന്ധമായിട്ട് അത് 2 മൾട്ടിപ്പിൾ ആയിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം. നമുക്ക് അങ്ങനെയും പറയാം. റെഡി? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. R is equal to set of all xy such that 2 divides x minus y. ഇതാണ് ജനറൽ ക്വസ്റ്റ്യൻ. സാധാരണ നിങ്ങൾക്ക് റിലേഷൻ തരും. R is equal to 1 1 2 2 2 3 ഇങ്ങനെ റിലേഷൻ തരാണ്. സുഖമായിട്ട് റിഫ്ലെക്സീവ് സിമെട്രി ട്രാൻസിറ്റീവ് പറയാൻ പറ്റും. ബട്ട് ഇങ്ങനെ ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ ദി സെറ്റ് Z എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റിജേഴ്സ് അല്ലേ? സോ ഇന്റിജേഴ്സിലാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഇക്വാലൻസ് റിലേഷൻ ആണ് നമ്മൾ ഷോ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് ഇക്വാലൻസ് ആണ്, നമ്മൾ അത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സാർ നേരത്തെ പറഞ്ഞിട്ട് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇതിന്റെ ജനറൽ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ വേണം. യെസ്, സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോവാണ് റിഫ്ലെക്സീവ് ആണോ ഇല്ലയോ നോക്കാൻ പോവാട്ടോ. സോ ഇഫ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ റിഫ്ലെക്സീവിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നമ്മളിപ്പോ ഇവിടുത്തെ സെറ്റ് Z ആണ്. സോ Z എന്ന് പറയുന്ന ഇന്റിജേഴ്സ് ആണ്. -∞ മുതൽ ഒരുപാട് ഇന്റിജേഴ്സ് നമുക്ക് വരുന്നുണ്ട്. -3 -2 1 0 1 2 3 അപ് ടു ഇൻഫിനിറ്റി, ഇങ്ങനെ കുറെ വരുന്നുണ്ട്. സോ ഇതിലുള്ള എല്ലാ ആൾക്കാരും എ ഫോമിൽ ഉണ്ട്, നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ റിലേഷനിൽ ഉണ്ടാവാനുള്ള ആകെ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഈ 2 ആൾക്കാർ ഡിഫറൻസ് എടുക്കുക. എക്സും വൈ ആണെങ്കിൽ ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 2 ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 2 മൾട്ടിപ്പിൾ ആയിരിക്കണം. 2m മീൻസ് 2 മൾട്ടിപ്പിൾ ആയിരിക്കണം. യെസ്, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ലെറ്റ് ഇവിടെ ഇപ്പോ ഓൾറെഡി XY എന്നുള്ളതുകൊണ്ട് സാറ് AB കൊടുക്കാൻ പോവാണ്. ലെറ്റ് A ബിലോങ്സ് ടു Z. അതായത് നമ്മളെ ഇന്റിജറിലുള്ള ഒരാളെ സാറ് പിക്ക് ചെയ്ത് ലെറ്റ് A ബിലോങ്സ് ടു Z. അതിനർത്ഥം എന്താ? Z എന്ന് പറയുന്ന സെറ്റ് സാറ് നേരത്തെ എഴുതിയല്ലോ, ഈ ഇന്റിജേഴ്സ് ഉള്ള ഒരാളാണ് A. ഇത് ആരാണ്?
ആര് വേണമെങ്കിലും ആവാം, ഏത് എലമെന്റ് വേണമെങ്കിലും ആവാം. അവിടെ പെർട്ടിക്കുലർ ആയിട്ട് ഇയാളാണ് നമുക്ക് പറയാൻ പറ്റൂല. ഇന്റിജറിലുള്ള ആര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് വിളിക്കാം. യെസ്, സോ ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് നമുക്ക് ഇവിടെ a മൈനസ് എ നോക്കാം. ഇവിടുത്തെ ഡെഫിനിഷൻ എന്താ, എക്സ് വൈ ഫോമിലാണെങ്കിൽ ഡിഫറൻസ് എടുത്താൽ 2 ഡിവിസിബിൾ ആയിരിക്കണം. a മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വാല്യൂ 0 ആണ്. ഈ 0 എന്താണ്, ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലേ, ഡിവിസിബിൾ ബൈ 2. ഇതിൽ നിന്നും എന്താ മനസ്സിലായത്, നമ്മൾ ഇന്റിജറിലുള്ള ഏത് ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് എ എന്ന് വിളിക്കാന്ന് പറഞ്ഞല്ലോ, അത് ആര് വേണമെങ്കിലും ആവാം. സോ ഏത് ആൾക്കാരെ ഡിഫറൻസ്, അതായത് ഒരു നമ്പറിന് അതേ നമ്പറിന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 0 എന്ന് പറഞ്ഞാൽ 0/2 നമുക്ക് ചെയ്യാൻ പറ്റൂലേ. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. therefore നമ്മുടെ കൺക്ലൂഷൻ എന്താ, therefore ഉറപ്പായിട്ടും എ ഫോമിലുള്ള ആള് റിലേഷനിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. സോ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയും, therefore അല്ലെങ്കിൽ implies R is നമ്മുടെ റിലേഷൻ എന്താണ്, റിഫ്ലെക്സീവ് ആണ്. ക്ലിയർ അല്ലേ? എന്തുകൊണ്ട് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞ് എ എന്ന് പറയുന്ന ആള് റിലേഷൻ ഉള്ളതുകൊണ്ട്. എ എന്ന് പറയുന്ന ആൾ റിലേഷൻ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി, ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നമുക്ക് 0 കിട്ടുക. അത് ഏത് നമ്പറിന് അതേ നമ്പറിന് കുറിച്ചാൽ 0 അല്ലേ കിട്ടുക. ഈ പറയുന്ന 0 എന്താണ്, ഡിവിസിബിൾ ബൈ 2 ആയതുകൊണ്ട് എങ്ങനെ 0 എന്ന് പറയുന്ന ആള് 2 ഡിവിസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം എ ഫോമിലുള്ള ആള് റിലേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, റിഫ്ലെക്സീവ് എന്ന് പറയും. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ റിഫ്ലെക്സീവ് കഴിഞ്ഞ് ഇനി നമ്മൾ സിമെട്രിക് പറയാൻ പോവാം. സിമെട്രിക് പറയുമ്പോൾ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റിഫ്ലെക്സീവിന്റെ ഡെഫിനിഷനിലായ നമ്മൾ ഒരാളെ മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്റിജറിലുള്ള ഏതെങ്കിലും ഒരാളെ എടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളാം. ലെറ്റ് എ മാത്രമല്ല 2 ആൾക്കാരെ എടുക്കണം, എ ബി. അതായത് ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു സെഡ്. എന്താ ഇതിന്റെ അർത്ഥം, നമ്മളെ ഇന്റിജറിലുള്ള ഏതെങ്കിലും 2 ആൾക്കാർ, ലെറ്റ് എ ബി ബിലോങ്സ് ടു സെഡ്. അതായത് ഇന്റിജറിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതിലുള്ള ഏതെങ്കിലും 2 ആൾക്കാരാണ് എ ബി. അത് ബുദ്ധിമുട്ടില്ലല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്റിജറിലുള്ള ഏതോ 2 ആൾക്കാരെടുത്ത് ഇനി നമുക്ക് നോക്കാം, ഇഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2. അതായത് എ മൈനസ് ബി ചെയ്തിട്ട് 2 ഡിവിസിബിൾ ആണെന്ന് വിചാരിക്കാം. എന്താ പറഞ്ഞത്, എന്നും ബിനെ കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 2 ഡിവിസിബിൾ ആണ്. എ മൈനസ് ബി ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടില്ലോ, ആ നമ്പർ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം ആണെന്ന് സാർ ഈ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞല്ലോ. സോ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2 എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ നിർബന്ധമായിട്ട് ആരുണ്ടാവും, അങ്ങനെ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആള് ഉറപ്പായിട്ടും റിലേഷനിൽ ഉണ്ടാവും. നമ്മൾ ഒബ്ജക്റ്റീവ് എന്താ, എ ബി ഉണ്ടെങ്കിൽ ബി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സോ എ മൈനസ് ബി 2 ഡിവിസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ആരുണ്ടാവും, എ ബി ഉണ്ടാവും, ഉറപ്പല്ലേ? സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബി എ എന്ന് പറയുന്ന ആള് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് കാണിച്ചു കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിട്ട് ബി മൈനസ് എ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. സാർ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു 5ഉം 2 5 മൈനസ് 2 അല്ലെങ്കിൽ 7 മൈനസ് 3. 7 മൈനസ് 3ന്റെ വാല്യൂ എത്ര, 4 അല്ലേ? അതിൽ സംശയമില്ലല്ലോ. 7 മൈനസ് 3 എത്ര, 4. ഇനി 3 മൈനസ് 7 ആണ് ചെയ്തെങ്കിൽ എന്താ കിട്ടുക, -4 കിട്ടും. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? വലിയ നമ്പറിനും ചെറിയ നമ്പർ കൊടുക്കുക, വലിയ ആളെ സൈൻ കൊടുക്കുക, അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അതായത് 7 മൈനസ് 3 ചെയ്യുമ്പോഴും 3 മൈനസ് 7 ചെയ്യുമ്പോഴും എന്താ വ്യത്യാസം, 7 മൈനസ് 3 ചെയ്ത് കിട്ടുന്ന നമ്പർ ആക്ച്വലി 3 മൈനസ് 7 ചെയ്ത് കിട്ടുന്ന നമ്പർ നെഗറ്റീവാ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരിക, 3 മൈനസ് 7 എന്ന് പറയുന്ന നമ്പർ ആക്ച്വലി എന്താണ്, 7 മൈനസ് 3 എന്ന് പറയുന്ന നമ്പർ നെഗറ്റീവാ. അതായത് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എ മൈനസ് ബി എന്ന് പറയുന്ന നമ്പർ ആരാണോ അയാളെ നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. മനസ്സിലായോ? അതായത് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഏതുപോലെ 3 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4ന്റെ നെഗറ്റീവ് അല്ലേ? സോ വലിയ നമ്പറിനും ചെറിയ നമ്പർ കുറയ്ക്കുക, വലിയ ആളെ സൈന് കൊടുക്കുക, അങ്ങനെ നമ്മൾ പഠിച്ച്. സോ 3 മൈനസ് 7 ഉറപ്പായിട്ടും 7 മൈനസ് 3ന്റെ നെഗറ്റീവാ. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇപ്പൊ വേണമെങ്കിൽ വേറെ നമ്പർ നോക്കാം, 10ഉം 3ഉം. 10 മൈനസ് 3 എത്ര, 7. 3 മൈനസ് 10 എത്ര, അത് -7. അതായത് 10 മൈനസ് 3 3 മൈനസ് 7 ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ,
3 മൈനസ് 7 എന്ന് പറയുന്നത് 3 മൈനസ് 10 എന്ന് പറയുന്നത് 10 മൈനസ് 3ന്റെ നെഗറ്റീവാ. സാർ നേരത്തെ പറഞ്ഞ നമ്പർ ശ്രദ്ധിച്ചോളാം. 10 മൈനസ് 3 7 ആണ്. 3 മൈനസ് 10 മൈനസ് 7 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 3 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 3 ചെയ്ത് കിട്ടുന്ന നമ്പറിന് നെഗറ്റീവാ. സോ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിന്റെ നെഗറ്റീവാ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടാ എ മൈനസ് ബി എന്ന് പറയുന്ന ആള് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് നമ്മൾ ഒരു അസംഷൻ കൊടുത്തല്ലോ. നമ്മൾ ഇഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ഒരു സന്ദർഭം സ്റ്റാർട്ട് ചെയ്തത്. യെസ്. സോ എ മൈനസ് ബി 2 ഡിവിസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും എ ബി ഉണ്ടാവും. ബട്ട് നമുക്ക് അറിയാൻ പറ്റും ബി മൈനസ് എ എങ്ങനെ ബട്ട് ബി മൈനസ് എ എന്ന് പറയുന്ന ആൾ ആക്ച്വലി എ മൈനസ് ബിന്റെ നെഗറ്റീവ് ആണ്. അപ്പൊ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ഉറപ്പായിട്ടും ബി മൈനസ് എയും ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. കാരണം എന്താ? ഇപ്പോ 6 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മൈനസ് 6 ഡിവൈഡ് ചെയ്തൂടെ? നെഗറ്റീവ് എന്നല്ലേ ഉള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബട്ട് ബി മൈനസ് എ എന്ന് പറയുന്നത് എ മൈനസ് ബിന്റെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore ഉറപ്പായിട്ടും ആരും ഉണ്ടാവും. therefore b minus a is also divisible by 2. അപ്പൊ b minus a divisible by 2 ആണെങ്കിൽ x minus y divisible by 2 ആണെങ്കിൽ xy ഉണ്ടാവും. b minus a divisible by 2 ആണെങ്കിൽ b minus a divisible by 2 ആണെങ്കിൽ b a യും ഉണ്ടാവും. സോ നമുക്ക് പറയാൻ പറ്റും therefore ബി എ എന്ന് പറയുന്ന ആളും റിലേഷനിൽ ഉണ്ടാവും. അപ്പൊ നോക്ക് എ ബി ഉണ്ട്, ബി എ ഉണ്ട്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം thus R is symmetric. R എന്താണ്? നമ്മുടെ റിലേഷൻ എന്താണ്? സിമെട്രിക് റിലേഷൻ ആണ്. സോ ഇക്വാലൻസ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ റിഫ്ലെക്സീവ് മാത്രം പോരാ, സിമെട്രിക് മാത്രം പോരാ, ഇനി ആര് കൂടി വേണം? യെസ്, ട്രാൻസിറ്റീവ് കൂടി വേണം. സോ ട്രാൻസിറ്റീവിന്റെ കേസ് എന്താ വെച്ചാൽ നമുക്കറിയാം റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ പറയാ. സിമെട്രിക് പറയുമ്പോൾ രണ്ടാൾക്കാരെ, ഇന്റിജറിലുള്ള രണ്ടാൾക്കാരെ പിക്ക് ചെയ്യണം. സാർ അതിനാണ് ഇനീഷ്യലി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ നമ്മളെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവിന്റെ കോൺസെപ്റ്റുകൾ സാറ് പറഞ്ഞത് ക്ലിയർ അല്ലേ? സോ ഇനി സാർ ആ റിലേഷൻ വീണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിലേഷൻ. R is equal to set of all xy such that 2 divide x minus y. സോ ഇനി നമ്മൾ ട്രാൻസിറ്റീവ് പറയാൻ പോവാം. ട്രാൻസിറ്റീവ് പറയുമ്പോൾ എപ്പോഴും ഇന്റിജേഴ്സിലുള്ള ഏതാണോ സെറ്റ്, ഇവിടെ ഇന്റിജർ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഏതാണോ സെറ്റ് അവിടെയുള്ള 3 ആൾക്കാരെ ജനറലി പിക്ക് ചെയ്യണം. അപ്പോ നമ്മൾ ചെയ്യാൻ പോവാണ് ലെറ്റ് എ ബി സി ബിലോങ്സ് ടു സെഡ്. അതായത് ഈ പറഞ്ഞ എയും ബിയും സിയും ഇന്റിജറിലുള്ള 3 ആൾക്കാരാ. ഇത് ആരൊക്കെയാണ്? 1 2 3 ആണോ? 4 5 6 ആണോ? 10 7 11 ആണോ? ഇത് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ആരും പറയേണ്ട ആവശ്യമില്ല. ഇത് ആര് വേണമെങ്കിലും ആവാം, ഇന്റിജറിലുള്ള ആര് വേണമെങ്കിലും ആവാം. സോ നമുക്കറിയാം ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ എന്താ? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി വേണം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ തുടങ്ങിയത് പോലെ തന്നെ നമ്മൾ ഇഫ് എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ബൈ 2 എന്നല്ല പറഞ്ഞത്. അതേപോലെ ഇഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 2, എ മൈനസ് ബി 2 ഡിവിസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ആരുണ്ടാവും? എ ബി ബിലോങ്സ് ടു ആർ ആയിരിക്കും. എ മൈനസ് ബി രണ്ടാൾക്കാരെ ഡിഫറൻസ് എടുത്തിട്ട് 2 ഡിവിസിബിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ആ റിലേഷനിൽ ഉണ്ടാവും. കാരണം ഈ റിലേഷൻ പറയുന്നത് ഡിഫറൻസ് എടുത്ത് 2 ഡിവിസിബിൾ ആണെങ്കിൽ റിലേഷനിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ അതേപോലെ ആൻഡ് നമ്മളെ ട്രാൻസിറ്റീവിന്റെ ഡെഫിനേഷൻ എന്താ? എ ബി ആൻഡ് ബി സി ഉണ്ടെങ്കിൽ അല്ലേ? സോ എ ബിന്റെ കേസിൽ നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആൻഡ് ഇനി നമ്മൾ ആരെ പറയാൻ പോവാണ്? ആൻഡ് ഇഫ് ബി മൈനസ് സി ഈസ് ഡിവിസിബിൾ ബൈ 2. അപ്പോൾ ബി മൈനസ് സി എന്ന് പറയുന്ന ആള് ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ഉറപ്പായിട്ടും ആരും ഉണ്ടാവും? ബി സി എന്ന് പറയുന്ന ആളും റിലേഷനിൽ ഉണ്ടാവും. അതായത് ബി സി ഉണ്ടാണെങ്കിൽ ബി മൈനസ് സി ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. എ ബി ഉണ്ടാണെങ്കിൽ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 2 ആണ്. ട്രാൻസിറ്റീവിന്റെ ഡെഫിനേഷൻ എന്താ? എ ബിയും ബി സി ഉണ്ടെങ്കിലല്ലേ. അപ്പൊ നമ്മൾ ഉണ്ടെങ്കിലുള്ള കഥ പറയാൻ പോകുന്നത്. എ ബി ഉണ്ടാണെങ്കിൽ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. ബി സി ഉണ്ടാണെങ്കിൽ ബി മൈനസ് സി ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എ സി ഉണ്ട് എന്ന് കാണിക്കണം. എ സി ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ എ മൈനസ് സി ഈസ് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അതിന്റെ കാര്യങ്ങളാ പറയാൻ പോകുന്നത്. നല്ല പോലെ ശ്രദ്ധിച്ചോളാം. എ മൈനസ് ബി യെസ്, ഈ എ മൈനസ് ബിയിലേക്ക് നമ്മളൊന്ന് ബി മൈനസ് സി ഒന്ന് നമുക്ക് ആഡ് ചെയ്താലോ? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഇപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് ഡിവിസിബിൾ ബൈ 2 ആണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്? ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2 നമുക്ക് പറഞ്ഞൂടെ?
മൾട്ടിപ്പിൾ ഓഫ് 2, ഇതും മൾട്ടിപ്പിൾ ഓഫ് 2 അതായത് ഇതൊരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2. നമുക്ക് ഡിവിസിബിൾ ബൈ 2 പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. സോ ഇതൊരു ഈവൻ നമ്പറാ, ഇതും ഒരു ഈവൻ നമ്പർ. അതെങ്ങനെ മനസ്സിലായി? നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഒരു അസംഷൻ കൊടുത്ത് a മൈനസ് ബിയും b മൈനസ് സി ഒക്കെ ഡിവിസിബിൾ ബൈ 2 ആണ്, അതായത് ഈവൻ നമ്പർ ആണ്. രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഉറപ്പായിട്ടും ഈവൻ ആണെന്നുള്ളതിൽ ആർക്കും സംശയം ഇല്ലല്ലോ. ഇനി നല്ല പോലെ നോക്കിയോ, നല്ല വ്യക്തമായിട്ട് നോക്കിക്കോ. ഇവിടെ ഒരു മൈനസ് ബി കണ്ടോ, ഇവിടെ ഒരു പ്ലസ് ബി കണ്ടോ. ഈ മൈനസ് ബിയും പ്ലസ് ബിയും നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ 2 മൈനസ് 3 പ്ലസ് 3 പ്ലസ് 5 എന്ന് കണ്ട ഈ മൈനസ് 3 പ്ലസ് 3 നമ്മൾ മൈൻഡ് ചെയ്യോ? ഇല്ല, അത് കട്ടാവും, അത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതേപോലെ മൈനസ് ബി പ്ലസ് ബി കട്ടായി, ആര് കട്ടായി? മൈനസ് ബിയും പ്ലസ് ബി കട്ടായി. അതായത് നമുക്ക് ആര് കിട്ടി? എ മൈനസ് സി കിട്ടി. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഈവൻ നമ്പർ ആണ്, ഇത് വേറൊരു ഈവൻ നമ്പർ ആണ്. രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടുന്ന ആളെന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും, ഓർ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. സോ therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, therefore a minus c is divisible by 2. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും a minus c divisible by 2 ആയിരിക്കും. is divisible by 2. അങ്ങനെ ഡിവിസിബിൾ ബൈ 2 ആയിട്ടുള്ള എല്ലാ ആൾക്കാരും റിലേഷനിൽ ഉണ്ടാവില്ലേ? എക്സ് വൈ ഉണ്ടാവണമെങ്കിൽ എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. സോ ഓർ ഇൻ അതർ ഹാൻഡ് എ മൈനസ് സി ഇസ് ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ആരുണ്ടാവും? യെസ്, എ സി ഉണ്ടാവും. ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സി എന്ന് പറയുന്ന ആള് റിലേഷനിൽ ഉണ്ടാവും. അപ്പൊ നോക്ക്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു, അതേപോലെ ബി സി ബിലോങ്സ് ടു ആർ. ഇത് രണ്ടും ഉള്ള സമയത്ത് ആരും ഉണ്ടാവും? എ സി ബിലോങ്സ് ടു ആർ നമുക്ക് പ്രൂവ് ആയി കിട്ടി. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇംപ്ലൈസ് ഓർ therefore thus R is ട്രാൻസിറ്റീവ്. ആർ എന്താണ്? നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. സിൻസ് നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? സോ നമ്മുടെ റിലേഷൻ ആർ എന്ന് പറയുന്ന ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ്. ഈ ഒരു രീതിയിൽ അത് നമ്മൾ എഴുതി വെക്കണം. സോ therefore ഫൈനലി എഴുതി കൊടുക്കാം, ആർ ഈസ് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ഇംപ്ലൈസ് അതെന്തായിരിക്കും? ഇക്വാലൻസ് ആയിരിക്കും, ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. സോ ഹെൻസ് പ്രൂവ്ഡ്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഇങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്.